കൊച്ചി കോർപ്പറേഷൻ തൃക്കണ്ണാർ വട്ടം ഡിവിഷനിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുകയാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ ജലജ എസ് ആചാര്യ. ഇടതു വലതു മുന്നണികൾക്കെതിരായ എതിർപ്പുകളും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമായി നടത്തിയ ജനകീയ പ്രവർത്തനങ്ങളും തുണയാകുമെന്ന വിശ്വാസത്തിലാണ് ജലജ എസ് ആചാര്യ. കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് തൃക്കണ്ണാർ വട്ടം. ഇവിടെ ശക്തയായ ഒരു സാരഥിയെ തന്നെയാണ് NDA മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡോക്ടർ ജലജ എസ് ആചാര്യ ഇവിടെ തന്നെ ഈ നാട്ടുകാരിയാണ്. മാത്രമല്ല ഈ ഒരു ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ ഏക വനിതയും ജലജ എസ് ആചാര്യയാണ്. ഈ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന BJPയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ജലജ എസ് ആചാര്യ. റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിത്വം അടക്കമുണ്ട്. ഒപ്പം യോഗ ടീച്ചറാണ്. അങ്ങനെ ശക്തമായ ഒരു മത്സരം തന്നെ ഈ ഒരു ഡിവിഷനിൽ കാഴ്ചവെക്കുമ്പോൾ വിജയ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളോടൊപ്പം ജലജ എസ് ആചാര്യ ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരം? കഴിഞ്ഞ തവണ നല്ല തോതിൽ നമുക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു NDAയെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും അതായത് ഒരു കപ്പിനും ചുണ്ടിനും ഇടയിലെല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇത്തവണ എന്തെല്ലാമാണ് വിജയ പ്രതീക്ഷകൾ? 5 കൊല്ലമായിട്ട് ഞാൻ ഫീൽഡിൽ ശക്തിയായിട്ടുണ്ട്. അന്ന് ഉള്ളതിനേക്കാൾ അധികം വിജയപ്രതീക്ഷ വരാൻ കാരണം ഞാനിപ്പോൾ നമ്മുടെ റെസിഡൻസിൻ്റെ സെക്രട്ടറിയാണ്. അതുകൂടാതെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഓടിയെത്തുന്ന ഒരാളാണ്. ഇവിടെ ജനങ്ങളുടെ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് ചികിത്സാ സഹായങ്ങൾ, പിന്നെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടുന്നതിനെക്കുറിച്ചോ പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കിട്ടുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാറുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിലെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഡിവിഷനിൽ നിരവധി പദ്ധതികളുണ്ട്. പല പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് തള്ളിക്കളിയാണ്. എങ്കിൽ പോലും നിരവധി ആളുകളെ ഈ ഡിവിഷനിൽ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇവിടെ സ്ത്രീകൾക്ക്, ഗർഭിണികൾക്കുള്ള മാതൃവന്ദന യോജന, പിന്നെ പെൺകുട്ടികൾക്കുള്ള സുകന്യാ സമൃദ്ധി യോജന, പിന്നെ ജൽ സ്വരാജ് കുടിവെള്ള പദ്ധതി, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ കൊതുക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്, മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വെള്ളക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ധാരാളം ചെയ്തിട്ടുണ്ട്. അത് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റോഡുകളും ഒക്കെ നന്നാക്കിയെടുക്കാനും പിന്നെ ഹരിതകർമ്മസേനയുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ കളകൾ നീക്കം ചെയ്യുക, മാലിന്യങ്ങൾ അവിടെ കിടക്കുന്ന നീക്കം ചെയ്യുക, എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കൗൺസിലർ ചെയ്യുന്നതിലധികം കാര്യങ്ങൾ പൊതുപ്രവർത്തക എന്ന നിലയിൽ ഈ ഡിവിഷന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഡോക്ടർ ജലജ എസ് ആചാര്യ വ്യത്യസ്തയാക്കുന്നത്. ആ ഒരു ജനകീയമായ മുഖം തന്നെയാണ് വലിയ വിജയപ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായ കാരണമെന്ന് പറയുകയും ചെയ്യുന്നത്. ക്യാമറമാൻ KS സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.